വേമ്പനാട്ട് കായൽ ജനകീയ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായി മുഹമ്മയിൽ ജനകീയ പങ്കാളിത്തത്തോടെ കായൽ ശുചീകരണം നടത്തി. കൈപ്പുറം ബോട്ട് ജെട്ടിയിൽ നടന്ന ചടങ്ങ് മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. വേമ്പനാട് കായലിനെ സംരക്ഷിക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടുകൂടി ഗവൺമെൻറ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ 6 മണിക്ക് നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിൽ വേമ്പനാട് കായലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുക എന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിൻ്റെ പ്രകാരം നമ്മൾ ഇന്ന് വലിയ ഒരു പരിപാടിയാണ് ഇന്നിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 10-60ഓളം വള്ളങ്ങൾ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പിന്നെ കായലിലെ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനായിട്ട് പോയിട്ടുണ്ട്. വേമ്പനാട് കായൽ നമുക്കറിയാം വളരെയധികം മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധി അടക്കം നമ്മുടെ വേമ്പനാട് കായൽ സംരക്ഷിക്കപ്പെടേണ്ടത് ഇന്ന് നാടിൻ്റെ ആവശ്യം ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ വേമ്പനാട് കായലിൻ്റെ സംരക്ഷണാർത്ഥമാണ് ഇന്ന് ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്. വേമ്പനാട്ട് കായൽ ജനകീയ ശുചീകരണം പദ്ധതിയുടെ ഭാഗമായി മുഹമ്മയിൽ ജനകീയ പങ്കാളിത്തത്തോടെ കായൽ ശുചീകരണം നടത്തി. ഹൗസ് ബോട്ടുകളിൽ നിന്നും നാട്ടിൻപുറങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കായലിന്റെ അടുത്തിട്ടിൽ തിങ്ങുന്നത് ഗുരുതര ഭീഷണിയായി മാറുകയാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ND റെജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാഥൻ, പഞ്ചായത്ത് സെക്രട്ടറി NB മനോഹരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി മേഘനാഥൻ, ഡെപ്യൂട്ടി തഹസിൽദാർ S പ്രീതി, ഹെൽത്ത് ഇൻസ്പെക്ടർ CT സനിൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിഷ്ണു, വിദ്യ, സുനിത എന്നിവർ പങ്കെടുത്തു. കക്കാത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും അടങ്ങുന്ന വള്ളക്കാരാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചത്. ജലഗതാഗത വകുപ്പ് മുഹമ്മദ് സ്റ്റേഷൻ ജീവനക്കാരും ശുചീകരണത്തിൽ പങ്കാളികളായി. രാവിലെ 6 മണിക്ക് തുടങ്ങിയ ശുചീകരണം 11 മണിവരെ തുടർന്നു.